ഗായിക രഞ്ജിനി ജോസ് നമ്മോടൊപ്പം ചിരികയാണ്. നമ്മുടെ രഞ്ജിനി, എങ്ങനെയാണ് ജാനകി അമ്മയെ ഈ ഒരു ഘട്ടത്തിൽ ഓർത്തെടുക്കുന്നത്? ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. ജാനകിയമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം കാരണം പാടി തുടങ്ങിയ ഒരാളാണ് ഞാൻ. ശരിക്കും പറഞ്ഞ കൊച്ചിൻ കോറസ് എന്ന് പറഞ്ഞ ഗാനമേള ട്രൂപ്പില് ഞാൻ 9th പഠിക്കാൻ പോകുമ്പോൾ ഒരൊറ്റ പാട്ട് പാടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഒരു വർഷം ഞാൻ ആ ട്രൂപ്പിൽ ഒരു പാട്ടേ പാടുന്നുള്ളൂ. അത് ഉണരുണരു ഉണ്ണിപ്പൂവേ എന്നുള്ള പാട്ടാണ് ജാനകിയമ്മയുടെ. അപ്പൊ എന്റെ കരിയറിന്റെ ഒരു പ്രൊഫഷണൽ കരിയറിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ജാനകിയമ്മയുടെ പാട്ടിലാണ്. പിന്നീട് ഞാൻ ജാനകിയമ്മയ്ക്ക് വേണ്ടിയിട്ട് ചില സിനിമകൾക്ക് വേണ്ടി ട്രാക്ക് പാടാനുള്ള സൗഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ജാനകിയമ്മയുടെ കൂടെ 2-3 ഷോസിൽ പങ്കെടുക്കാൻ പറ്റി. എന്നെ നേരിട്ട് അവരുള്ള ഒരു ഷോയിൽ പങ്കെടുക്കാന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് എന്റെ കാലഘട്ടത്തിലുള്ള സിംഗേഴ്സിന് കിട്ടിയ അപൂർവമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ജാനകിയമ്മ എന്ന് പറയുന്നത് എന്താ പറയാ, ജാനകിയമ്മ ഒരു യൂണിവേഴ്സിറ്റിയാണ്. നമ്മൾ പഠിക്കാനായിട്ട് ഇരിക്കുമ്പോൾ ജാനകിയമ്മയുടെ പാട്ടുകൾ മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി. നമുക്ക് പാട്ട് എന്ന് പറയുന്ന ഒരു സംഭവത്തില് ബ്രീതിങ് എന്താന്നുള്ളത് പഠിപ്പിച്ചു തന്ന ഒരു ഗായിക. ഒരു പാട്ടുകളുടെ സംഗതികൾ കേട്ടാൽ വളരെ ഈസിയും അത് പാടാനായിട്ട് തുറക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുള്ള സംഗതികൾ അത് എത്ര ലാഘവത്തോടു കൂടിയാണ് ജാനകിയമ്മ പാടാറുള്ളത് എന്നുള്ളത്. ഓരോ പാട്ട് ഓരോന്നിൽ നിന്ന് വ്യത്യാസം. അത് എത്ര ഭാഷകൾ, എവിടെ നമ്മൾ ഏത് ഭാഷയിൽ പാടാൻ എടുക്കുന്ന പാട്ടുകളിലും ജാനകിയമ്മയുടെ പാട്ടുകളുണ്ടാവും. അതുപോലെ ഒരു എൻസൈക്ലോപീഡിയ പോലത്തെ ഒരു വ്യക്തി, ഇത്രയും ഹംബിൾ ആയിട്ടുള്ള ജാനകിയമ്മ. അതെ അതെ, ശ്രീമതി രഞ്ജിനി ജോസ് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പാട്ടിന്റെ പാലാഴി തന്നെയായിരുന്നു ജാനകിയമ്മ. നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ അവരോടൊത്ത് സ്റ്റേജ് പങ്കിടാനുള്ള, അവരോടൊത്ത് ഇടപഴകാനുള്ള ഒരു മഹാഭാഗ്യം തന്നെയാണ് താങ്കൾക്ക് ലഭിച്ചത്. എങ്ങനെയായിരുന്നു അവരുടെ ആ ഒരു ഹൃദ്യമായ പെരുമാറ്റം? അത് പുതുതലമുറയ്ക്ക് പോലും എത്രത്തോളം പ്രചോദനം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ജാനകിയമ്മയുടെ ഒക്കെ പെരുമാറ്റം നമ്മളൊക്കെ കണ്ടുപഠിക്കണം. ഞങ്ങൾ ജനറേഷൻ കണ്ടുപഠിച്ചിരിക്കുന്നത് അതാണ്. ശരിക്കും പറഞ്ഞാൽ ജാനകിയമ്മയുടെ പാട്ടുകൾ എന്താണെന്നുള്ളത് ഇപ്പോഴത്തെ തലമുറകൾ കേൾക്കണം. അവർ പാട്ടുകൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്നാലേ അത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഇത് ജാനകിയമ്മ എന്നുള്ളൊരു പേര് ഇങ്ങനെ എവിടെയോ കേട്ട് മറിഞ്ഞതല്ലാതെ അവർ പാടി വെച്ചിരിക്കുന്ന പാട്ടുകൾ ഒരു ലെസൺ എന്നുള്ള രീതിയിൽ, പഠിക്കാൻ എന്നുള്ള രീതിയിൽ കേൾക്കുന്നത് എല്ലാവർക്കും ഉപകാരമാകും. കാരണം ഇവര് പറഞ്ഞ അവർക്കിപ്പോ എന്തായാലും ജാനകിയമ്മനെ കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. പക്ഷെ ഞങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചോദിച്ച പോലെ എങ്ങനെയായിരുന്നു അവരുടെ പെരുമാറ്റം എന്നാണ്. ജാനകിയമ്മയുടെ പെരുമാറ്റം നമ്മൾക്ക് പറയാനുള്ള യോഗ്യത പോലും ഇല്ല. പറഞ്ഞു അത്രയും ഒരു ഹംബിൾ, അത്രയും സ്വീറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വിയോഗം എല്ലാവർക്കും ഭയങ്കര ഒരു ഷോക്കായി. അവർക്ക് പ്രായമായി, അവർക്ക് വയ്യ എന്ന് അറിഞ്ഞിട്ടും നമ്മൾ എന്നും അവർ ആയുരാരോഗ്യ സൗഖ്യത്തോടെ ജീവിക്കണം എന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുള്ളവരെ പറ്റി അവരുടെ ഒരു പാട്ട് കേൾക്കുമ്പോൾ. അപ്പൊ അത് കാരണം ഈ വിയോഗം വല്ലാത്തൊരു ലോസാണ്. മ്യൂസിക് ഇൻഡസ്ട്രിക്ക് മാത്രമല്ല എല്ലാവർക്കും, നമ്മുടെ ഒരു സംസ്ഥാനത്തിനും ആ പാട്ടിനോടുള്ള വലിയൊരു ലോസാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വിയോഗം തന്നെയാണ്. അതെ അതെ, ആ ഒരു മധുരഗാനം ഒരിക്കലും മായരുതേ എന്നായിരുന്നു എല്ലാവരുടെയും പ്രാർത്ഥന. പക്ഷേ കാലം അത് അനിവാര്യമായൊരു വിധി. അവർ യാത്ര പറഞ്ഞിരിക്കുന്നു. വളരെയധികം നന്ദി ശ്രീമതി രഞ്ജിനി ജോസ് ഈ ഒരു സമയം അനുസ്മരിച്ചതിന്.